നമസ്കാരം. അധികാര ദുർവിനിയോഗത്തിന് നടപടിയെടുത്ത പുനെ ജില്ലാ കളക്ടർ സുഹാസ് ദിവാസയ്ക്കെതിരെ പരാതിയുമായി സിവിൽ സർവീസ് പ്രൊബേഷണറി ഓഫീസർ പൂജ ഖേഡ്കർ. പൂജയുടെ അധികാര ദുർവിനിയോഗത്തെക്കുറിച്ചുള്ള വിവരം മഹാരാഷ്ട്ര സർക്കാരിന് നൽകിയ ഉദ്യോഗസ്ഥനെതിരെയാണ് ഇപ്പോൾ ഇവർ പരാതി നൽകിയിരിക്കുന്നത്. സുഹാസ് ദിവാസയുടെ പരാതിക്ക് പിന്നാലെയായിരുന്നു പൂജയെ സ്ഥലം മാറ്റിയതും മറ്റ് നാടകീയ സംഭവങ്ങൾ പുറത്തായതും. പൂജയുടെ പരാതിയുടെ വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസ് ഇവരെ രാത്രി വസതിയിലെത്തി സന്ദർശിച്ചപ്പോഴാണ് ഈ ഒരു പരാതി നൽകിയത് എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം വിവാദ സംഭവങ്ങളുടെ പിന്നാലെ മസൂറിയിലെ ലാൽ ബഹാദൂർ ശാസ്ത്രി നാഷണൽ അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ പൂജയുടെ IAS ട്രെയിനിങ് നീട്ടിവച്ചിരിക്കുകയാണ്. ജൂലൈ 23-നകം അക്കാഡമിയിൽ തിരികെ എത്തണമെന്നാണ് പൂജയ്ക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. സ്വകാര്യ കാറിൽ ബീക്കൺ ഘടിപ്പിച്ചതിനും സർക്കാർ മുദ്ര പതിപ്പിച്ചതിനും കളക്ടറുടെ ഓഫീസിൽ അതിക്രമിച്ച് കയറിയതിനും ഇവരെ കഴിഞ്ഞ ദിവസം സ്ഥലം മാറ്റിയിരുന്നു. വാഷിമിൻ്റെ സൂപ്പർ ന്യൂമറി അസിസ്റ്റന്റ് കളക്ടറായിട്ടാണ് ഇവരെ സ്ഥലം മാറ്റിയത്. UPSC പരീക്ഷയിൽ 841-ാം റാങ്കാണ് ഇവർക്ക് ലഭിച്ചത്. അഹമ്മദ് നഗർ സ്വദേശിയായ പൂജ 2023 ബാച്ച് IAS ഉദ്യോഗസ്ഥയാണ്. ചട്ടങ്ങൾ അനുസരിച്ച് ഒരു ട്രെയിനിക്ക് ചുവന്ന നീല ബീക്കൺ ലൈറ്റ്, VIP നമ്പർ പ്ലേറ്റ്, താമസ സൗകര്യം, മതിയായ ജീവനക്കാരുള്ള ഔദ്യോഗിക ചേംബർ, കോൺസ്റ്റബിൾ എന്നീ സൗകര്യങ്ങൾ നൽകില്ല എന്നിരിക്കെ ഇവർ ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിനു പുറമെയാണ് തൻ്റെ സ്വകാര്യ ഔഡി കാറിൽ ചുവന്ന നീല ബീക്കൺ ലൈറ്റും VIP നമ്പർ പ്ലേറ്റും ഇവർ ഉപയോഗിച്ചതും സ്വകാര്യ കാറിൽ മഹാരാഷ്ട്ര സർക്കാർ എന്ന ബോർഡും സ്ഥാപിച്ചത്. മഹാരാഷ്ട്രയിലെ വിവാദ IAS ട്രെയിനി പൂജ ഖേഡ്കറുടെ പരിശീലനം നിർത്തി മടങ്ങാനാണ് ഇപ്പോൾ മസൂറിയിലെ IAS അക്കാഡമി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഉടനെ അക്കാഡമിയിലേക്ക് മടങ്ങണമെന്നാണ് നിർദ്ദേശം. വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചാണ് പൂജ IAS നേടിയത് എന്ന ആരോപണത്തിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് പരിശീലന കേന്ദ്രത്തിന്റെ തീരുമാനം. ഈ മാസം 23-ന് മുൻപ് പൂജ അക്കാഡമിയിൽ ഹാജരാകണം. നിലവിൽ മഹാരാഷ്ട്രയിലെ വാഷിം ജില്ലയിലെ സബ് കളക്ടറാണ് ഇവർ. വ്യാജരേഖ ചമച്ചു എന്ന ആരോപണത്തിൽ ഇവർക്കെതിരെ മഹാരാഷ്ട്ര സർക്കാർ അന്വേഷണം തുടരുകയാണ്. UPSC നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം. ഇവരുടെ നോൺ ക്രീമി ലെയർ OBC സർട്ടിഫിക്കറ്റ്, കാഴ്ചവൈകല്യം ഉണ്ടെന്ന സർട്ടിഫിക്കറ്റ് എന്നിവയുടെ ആധികാരികത പരിശോധിക്കും. കാഴ്ചാപരിമിതി ഉൾപ്പെടെ 51% വൈകല്യം ഉണ്ടെന്ന് കാണിച്ച് 2018-ലും 2021-ലും അഹമ്മദ് നഗർ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർ നൽകിയ സർട്ടിഫിക്കറ്റിലാണ് പ്രധാന അന്വേഷണം. എന്നാൽ പൂജ ഖേഡ്കറിന് വിഷാദരോഗവും ഇരു കണ്ണുകൾക്കും തകരാറും ഉള്ളതായി അഹമ്മദ് നഗർ ജില്ലാ ആശുപത്രി റിപ്പോർട്ട് നൽകിയതായിട്ടാണ് വിവരം. ദീർഘദൂര കാഴ്ചയെ ബാധിക്കുന്ന മയോപിക് ഡീജനറേഷൻ എന്ന തകരാർ ഇവരുടെ ഇരു കണ്ണുകൾക്കുമുണ്ട്. ആശുപത്രിയിലെ സർജൻ ഡോക്ടർ സഞ്ജയ് ഗോഖരെയാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. 51% വൈകല്യമാണ് ഇവർക്കുള്ളത്. ജില്ലാ കളക്ടർ S സലീമാത്തിനാണ് മെഡിക്കൽ റിപ്പോർട്ട് നൽകിയിട്ടുള്ളതെന്ന് ദ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു. സിവിൽ സർവീസ് പ്രൊബേഷണറി ഓഫീസറായ പൂജ ഖേഡ്കർ നിയമന മുൻഗണനയ്ക്കായി ഭിന്നശേഷിക്കാരിയാണെന്ന് തെളിയിക്കാൻ സമർപ്പിച്ച സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണെന്നാണ് പ്രധാന ആരോപണം ഉയർന്നത്. സിവിൽ സർവീസിൽ ഇളവുകൾ ലഭിക്കുന്നതിനായി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന് കാഴ്ചവൈകല്യമുണ്ടെന്ന് അവകാശപ്പെട്ട് നൽകിയ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് പറയുന്നു. ഭിന്നശേഷി സ്ഥിരീകരിക്കാൻ വൈദ്യപരിശോധനയ്ക്ക് വിധേയയാകാൻ നേരത്തെ 6 തവണ ആവശ്യപ്പെട്ടിട്ടും ഇവർ ഹാജരായിരുന്നില്ല. IAS ഓഫീസർ പൂജ ഖേഡ്കറുടെ മാതാവും വിവാദത്തിലായിരുന്നു. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ഇവരുടെ മാതാവ് മനോരമ ഖേഡ്കർ തോക്കുചൂണ്ടി കർഷകരെ ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി. സ്വകാര്യ വാഹനത്തിൽ ബീക്കൺ ലൈറ്റ് ഘടിപ്പിച്ചതിനും അധികാര ദുർവിനിയോഗം നടത്തിയതിനുമാണ് പൂജ ഖേഡ്കർ നിയമ നടപടികളും അന്വേഷണങ്ങളും നേരിടുന്നത്. ഇതിനിടെയാണ് മാതാവിനെതിരെയും കേസെടുത്തിരിക്കുന്നത്. പുനെ ജില്ലയിൽ മനോരമ ഖേഡ്കർ തോക്കുചൂണ്ടി ഗ്രാമവാസികളെ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. പഴയ ദൃശ്യങ്ങളാണ് ഇവ. IPC 323, 504, 506 വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ആയുധ നിയമപ്രകാരമുള്ള കുറ്റങ്ങളും പൂജയുടെ മാതാവിനെതിരെ ചുമത്തിയിട്ടുണ്ട്. തോക്ക് കൈവശം വെച്ചതിന് ലൈസൻസ് ഉണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുമെന്ന് പുനെ റൂറൽ പോലീസ് അറിയിച്ചിരുന്നു. പൂജയുടെ പിതാവ് ദിലീപ് ഖേഡ്കർ കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് സമ്പാദിച്ചതായി നേരത്തെ ആരോപണം ഉയർന്നിരുന്നു. പുനെ ജില്ലയിലെ മുൽഷി താലൂക്കിൽ ഉൾപ്പെടെ നിരവധി ഇടങ്ങളിൽ ദിലീപ് ഖേഡ്കർ അനധികൃതമായി ഭൂമി വാങ്ങിയതായിട്ടാണ് പരാതി. പൂജയ്ക്ക് 22 കോടി രൂപയുടെ വ്യക്തിഗത സ്വത്ത് ഉള്ളതായും പറയുന്നു. 2024 ജനുവരിയിൽ സമർപ്പിച്ച രേഖകൾ പ്രകാരം മഹാരാഷ്ട്രയിലെ വിവിധ ഇടങ്ങളിലായി 2 ഫ്ളാറ്റുകളും 5 ഇടങ്ങളിൽ ഇവർക്ക് ഭൂമിയുമുണ്ട്. മഹാരാഷ്ട്രയിലെ തന്നെ പാച്ചുണ്ടയിലും നന്ദൂരിലെയും ഭൂമി മാതാവ് സമ്മാനമായി നൽകിയത് എന്നാണ് പൂജ നൽകിയ വിശദീകരണം.